ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഫേൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 3 ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 6 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സെൻട്രൽ ലൈനിൽ നിന്ന് വേണം നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. സെൻട്രൽ ലൈനിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്പം ഗ്യാപ്പ് വിട്ടിട്ട് വേണം നീഡിൽ കുത്തി മുകളിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരല്പം ഗ്യാപ്പ് കൊടുത്തിട്ട് സെൻട്രൽ ലൈനിൽ നിന്ന് നീഡിൽ ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നീഡിൽ ഇറക്കേണ്ടതും ആ സെൻട്രൽ ലൈനിൽ തന്നെയാണ്. നമ്മൾ ഗ്യാപ്പ് കൊടുത്ത ഭാഗമില്ലേ, അവിടെ ഇറക്കിയിട്ട് ഇതുപോലെ ചരിച്ചൊന്ന് മുകളിലത്തെ ലൈനിലേക്ക് നീഡിൽ കുത്തി കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് വലിച്ച് സ്റ്റിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻട്രൽ ലൈനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു ലൈനിൽ കുത്തിയതിന് ശേഷം താഴത്തെ ലൈനിലേക്ക് ഇതുപോലെ ചരിച്ച് നീഡിൽ കൊണ്ടുപോകാം. പതുക്കെ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് കറക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്കൊരു വി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുത്തിയ ആ ലൈനിലെ ആ സെൻട്രൽ ലൈനിൽ തന്നെ നീഡിൽ കുത്തിയതിന് ശേഷം അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് നീഡിൽ കുത്തി കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കൊരു ഫേൺ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതേ മെത്തേഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടത്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിനേക്കാട്ടും കൂടുതൽ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്ന്. ഈ ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാത്തത് ഇതിൻ്റെ മുകളിലൊക്കെ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചുകൾ മോശമായി പോകുന്നത് കൊണ്ടാണ്. മോട്ടീവ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് തന്നെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ സ്റ്റിച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഒരുപാട് സ്റ്റിച്ചസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ ഫേൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.